നമസ്കാരം. കേരള സാക്ഷരതാ മിഷൻ്റെ +1 തുല്യതാ കോഴ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് പാത്സ് ഓഫ് ഗ്ലോറി, അതിലെ ആദ്യത്തെ ലെസണായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിലെ ആദ്യ ഭാഗം, സ്റ്റോറി ഓഫ് മൈ ലൈഫിൻ്റെ ആദ്യ ഭാഗം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പോൾ അതിൽ ഹെലൻ കെല്ലർ അവരുടെ കുട്ടിക്കാലത്തെ അവർ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പം അവർക്ക് 19 മാസം മാത്രമേ കാഴ്ചയും കേൾവിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 19 മാസത്തെ അവർ കണ്ട കാഴ്ചകളെക്കുറിച്ച് അവർ പറയുകയാണ്. അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് അവർ പറയുമായിരുന്നു. അപ്പം പിന്നീട് അവരുടെ അച്ഛനമ്മമാരെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇനി നോക്കാം ബാക്കി എന്താണെന്നുള്ളത്. The Keller homestead, where the family lived, was a few steps from our little lost bower. It was called Ivy Green because the house and the surrounding trees and fences were covered with beautiful English ivy. Its old-fashioned garden was the paradise of my childhood. അപ്പം ഈ കെല്ലർ കുടുംബം താമസിച്ചിരുന്ന ആ വീട് എന്ന് പറയുന്നത് ഒരു റോസാ ചെടി നിൽക്കുന്നതിന് കുറച്ച് അടികൾ മാത്രം അകലെയാണ്. അപ്പോൾ ആ വീടിനെ വിളിച്ചിരുന്നത് ഐവി ഗ്രീൻ എന്നായിരുന്നു. എന്തായിരുന്നു? ഐവി ഗ്രീൻ. ഐവി എന്ന് പറയുന്നത് തന്നെ ഒരു വള്ളിച്ചെടിയാണ്. ഐവി എന്ന് പറയുന്നൊരു വള്ളിച്ചെടിയാണ്. അപ്പം ഐവി ഗ്രീൻ എന്നാണ് ആ വീടിനെ വിളിച്ചിരുന്നത്. അപ്പം ഇംഗ്ലീഷ് ഐവി വള്ളിച്ചെടികൾ ആ വീടിന് ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ആ വീടിനെ അങ്ങനെ വിളിച്ചത്, ഐവി ഗ്രീൻ എന്ന് വിളിച്ചിരുന്നത്. ഇറ്റ്സ് ഓൾഡ് ഫാഷൻ ഗാർഡൻ വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. അതിൻ്റെ ആ ഒരു പഴയ രീതിയിലുള്ള ആ പൂന്തോട്ടം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ സ്വർഗം, പാരഡൈസ് എന്ന് വെച്ചാൽ സ്വർഗമായിരുന്നു. കുട്ടിക്കാലം അവർ ഏറ്റവും അധികം ചെലവിടാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതിൻ്റെ പഴയ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ആ പൂന്തോട്ടം. ഓക്കെ, ആ ഇറ്റ്സ് എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ. 2 ഇറ്റ്സ് ഉണ്ട്, ITS ഉണ്ട്, IT' ഉണ്ട്. ഇറ്റ് ഈസ്, അത് പലർക്കും തിരിഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഇറ്റ് ഈസ്, ഇത് ആകുന്നു എന്ന രീതിയിലുള്ള ഇറ്റ്സ് ആണ് നമ്മൾ IT' കൊണ്ട് ഉദ്ദേശിക്കുക. ഇതിൻ്റെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ITS. അവിടെ അപ്പോസ്ട്രോഫി ഇടാൻ പാടില്ല. ഓർത്തോളുക. Even in the days before my teacher came, I used to feel along the square stiff boxwood hedges and, guided by the sense of smell, would find the first violets and lilies. Even in the days before my teacher came, എൻ്റെ ടീച്ചർ വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്. ആരായിരുന്നു ടീച്ചർ? ആനി സളിവാൻ അല്ലേ? അപ്പം ആനി സളിവാൻ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ, ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയാണ് ആര്? ആനി സളിവാൻ. അപ്പോൾ ആനി സളിവാൻ വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് I used to feel along the square stiff boxwood hedges. ഞാൻ അവിടുത്തെ കുറ്റിച്ചെടികളും ആ ഒരു ചെടികളെയൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു, ഞാൻ അറിയുമായിരുന്നു എന്നും വന്ന്. ആൻഡ് ഗൈഡഡ് ബൈ ദ സെൻസ് ഓഫ് സ്മെൽ. അവിടെ മുന്നോട്ട് അവരെ നയിച്ചു കൊണ്ടിരുന്നത് അവിടുത്തെ മണങ്ങളായിരുന്നു. വുഡ് ഫൈൻഡ് ദ ഫസ്റ്റ് വയലറ്റ്സ് ആൻഡ് ലിലീസ്. വയലറ്റും ലില്ലിയും പുഷ്പങ്ങൾ അവർ തിരിച്ചറിയുമായിരുന്നു. There too, after a fit of temper. അവിടെ after a fit of temper, I went to find comfort and to hide my hot face in the cool leaves and grass. അപ്പം എപ്പോഴെങ്കിലും ദേഷ്യം, അപ്പോൾ കാരണം ഇവർ ആ ഒരു അത്രയും നാൾ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസമാണ് ആ അസുഖത്തിൻ്റെ ഇതിൽ അവർക്ക് നഷ്ടമായത്. അപ്പം അവരുടെ മനസ്സത് പലപ്പോഴും അംഗീകരിക്കാനായിട്ട് വിമുഖത കാണിച്ചിരുന്നു.
ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഹൈഡ് മൈ ഫേസ് ഇൻ ദ കൂൾ ലീവ്സ് ആൻഡ് ഗ്രാസ്, അവിടുത്തെ ഇലകളിലും പുല്ലുകളിലും അവരെ മുഖം പൂഴ്ത്തി ഇരിക്കുമായിരുന്നു. What joy it was to lose myself in the garden of flowers and to wander happily from spot to spot until coming suddenly upon a beautiful vine. എന്ത് സന്തോഷമായിരുന്നു ആ സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്നത്. ആ തോട്ടങ്ങളിലും പൂക്കളിലും എല്ലാം ഞാൻ സ്വയം മറക്കുന്ന ഒരു സമയം. ടു വാണ്ടർ ഹാപ്പിലി ഫ്രം സ്പോട്ട് ടു സ്പോട്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരിത്. അണ്ടിൽ കമ്മിങ് സഡൻലി അപ്പോൺ എ ബ്യൂട്ടിഫുൾ വൈൻ. ഇങ്ങനെ പോകുമ്പോൾ കമ്മിങ് സഡൻലി പെട്ടെന്നാണ് എന്തിലേക്ക് എത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ വൈൻ, സുന്ദരമായ ഒരു വള്ളിച്ചെടിയുടെ അടുത്തേക്ക് എത്തുന്നത്. ഐ റെക്കഗ്നൈസ്ഡ് ഇറ്റ് ബൈ ഇറ്റ്സ് ലീവ്സ് ആൻഡ് ബ്ലോസംസ്. അതിൻ്റെ ഇലകളുടെയും പൂക്കളുടെയും ഒക്കെ പൂക്കളുമൊക്കെ വെച്ച് ഞാൻ അതിനെ തിരിച്ചറിയുന്നു. ഐ ന്യൂ ഇറ്റ് വാസ് the vine which covered the tumbled down summer house at the farther end of the garden. Here also അപ്പം എനിക്ക് മനസ്സിലായി ഈ വള്ളിച്ചെടിയാണ് അച്ഛൻ്റെ ആ സമ്മർ ഹൗസിനെ ചുറ്റിക്കൊണ്ട് വളർന്നു വന്നതിനെ കവർ ചെയ്തുകൊണ്ട് വളർന്നു വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹിയർ ഓൾസോ വേർ ട്രെയിലിംഗ് ക്ലിമാറ്റീസ്, ഡ്രൂപ്പിംഗ് ജാസ്മിൻ ആൻഡ് സം റെയർ സ്വീറ്റ് ഫ്ലവേഴ്സ് കോൾഡ് ബട്ടർഫ്ലൈ ലിലീസ്. അപ്പം ഇങ്ങനെ അവിടെ ഒരുപാട് ചെടികളുണ്ട്. ട്രെയിലിംഗ് ക്ലിമാറ്റീസ്, ഡ്രൂപ്പിംഗ് ജാസ്മിൻ, അങ്ങനെയുള്ള റെയർ സ്വീറ്റ് ഫ്ലവേഴ്സ്, അങ്ങനെ അപൂർവമായ മനോഹരമായ പുഷ്പങ്ങൾ. പിന്നെയുമുണ്ട് ബട്ടർഫ്ലൈ ലിലീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പല, ബിക്കോസ് ദർ ഫ്രജൈൽ പെറ്റൽസ് റിസംബിൾ, അങ്ങനെ ബട്ടർഫ്ലൈ ലിലീസ് എന്ന് വിളിക്കാൻ അതിന് കാരണമുണ്ട്. അതിൻ്റെ പെറ്റൽസ്, ഇതളുകൾ എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? ഫ്രജൈലാണ്. ആ പെറ്റലിൻ്റെ ആ ഇതളിൻ്റെ പ്രത്യേകത എന്താ? ഫ്രജൈൽ, FRAGILE, ഫ്രജൈൽ. പുതിയൊരു വാക്കാണ്, പഠിച്ചോളൂ. ഫ്രജൈൽ എന്ന് വെച്ചാൽ ദുർബലമായത് എന്നാണ്. ഓക്കെ. റിസംബിൾ ബട്ടർഫ്ലൈ വിങ്സ്, അത് പൂമ്പാറ്റകളുടെ ചിറകുകൾ പോലെ തോന്നിക്കുന്നു. ബട്ട് ദ റോസസ് ദേ വെയർ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ, അതിലെ റോസാപുഷ്പങ്ങൾ എന്ന് പറയുന്നത്, അവിടുത്തെ റോസാപുഷ്പങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായതായിരുന്നു. നെവർ ഹാവ് ഐ ഫൗണ്ട് ഇൻ ദ ഗ്രീൻ ഹൗസ് ഓഫ് നോർത്ത്, ഞാൻ ഇവിടുത്തെ ഒരു ഗ്രീൻ ഹൗസിലും അത്രയും സുന്ദരമായ പുഷ്പങ്ങൾ കണ്ടിട്ടില്ല. സച്ച് ഹാർട്ട് സാറ്റിസ്ഫൈങ് റോസസ് ആസ് ദ ക്ലൈംബിംഗ് റോസ് ഓഫ് മൈ സദേൺ ഹോം, എൻ്റെ സദേൺ ഹോമിലുണ്ടായിരുന്ന അത്ര സുന്ദരമായ ഒരു റോസാപുഷ്പവും ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല. They used to hang in long festoons from our porch, filling the whole air with their fragrance. അതിങ്ങനെ ലോങ് ഫെസ്റ്റൂൺ എന്ന് വെച്ചാൽ തോരണം എന്നാണ്. തോരണം കണക്കെ ഇങ്ങനെ ഞങ്ങളുടെ പോർച്ചിലിങ്ങനെ തൂങ്ങി കിടക്കും. ഫില്ലിങ് ദ ഹോൾ എയർ വിത്ത് ദെയർ ഫ്രാഗ്രൻസ്, അവിടുത്തെ മുഴുവൻ പ്രദേശങ്ങളിലും എന്ത് നിറയ്ക്കും? ഫ്രാഗ്രൻസ്, സുഗന്ധം നിറയ്ക്കും, ഫ്രാഗ്രൻസ്. അൺടൈൻറ്റഡ് ബൈ ദ എർത്തി സ്മെൽ, അതിൻ്റെ സൗരഭ്യം അവിടമാകെ നിറയ്ക്കും. ആൻഡ് ഇൻ ദ ഏർലി മോർണിംഗ്, മനോഹരമായ പ്രഭാതങ്ങളിൽ വാഷ്ഡ് ഇൻ ദ ഡ്യൂ, തുഷാരബിന്ദുക്കളിൽ, മഞ്ഞുതുള്ളികളിൽ കുളിച്ച്, ദേ ഫെൽ സോ സോഫ്റ്റ്, അത് വളരെ മൃദുവായി കാണപ്പെടുന്നു ആ പുഷ്പങ്ങൾ. സോ പ്യുവർ, ഇത്ര പരിശുദ്ധമായി കാണപ്പെടുന്നു. ഐ കുഡ് നോട്ട് ഹെൽപ്പ് വണ്ടറിങ് if they did not resemble the asphodels of God's garden. Asphodels, അപ്പം ദൈവത്തിൻ്റെ തോട്ടത്തിലെ ആസ്ഫോഡിൽ പുഷ്പങ്ങൾ പോലെ അല്ലേ ഇവയെല്ലാം നിൽക്കുന്നത് എന്ന് ഞാൻ അതിശയിക്കാറുണ്ടായിരുന്നു. The beginning of my life was simple. എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു, വളരെ ലളിതമായിരുന്നു. ആൻഡ് മച്ച് ലൈക്ക് എവരി അതർ ലിറ്റിൽ ലൈഫ്,
ഏതൊരു കുഞ്ഞു ജീവിതവും പോലെ, ഒരു കൊച്ച് ജീവിതവും പോലെ തന്നെയായിരുന്നു. വളരെ ലളിതമായിരുന്നു എൻ്റെ ജീവിതത്തിന് തുടക്കം. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ എ ഫാമിലി ഓൾവേസ് ഡസ്. എന്നുപോലെ ഒരു കുടുംബത്തിലെ ആദ്യത്തെ കുട്ടി എങ്ങനെയാണോ, അപ്പോൾ ആ കുട്ടി ജനിക്കുമ്പോൾ വളരെ വലിയ സന്തോഷവും വളരെ വലിയ പ്രത്യേകതകളും ഒക്കെയാണ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ ആണ് ഇവർ വന്ന് എല്ലാവരുടെയും വന്ന് എല്ലാവരും കണ്ടു, എല്ലാവരെയും കണ്ടു, എല്ലാവരുടെയും മനസ്സ് കീഴടക്കി. There was the usual amount of discussion as to a name for me. ശരി, അപ്പോൾ ഇനി കുഞ്ഞ് ജനിച്ചത് സാധാരണ പോലെ ജനിച്ചു. അപ്പം കുഞ്ഞിനൊരു പേര് കണ്ടെത്തണം. The first baby in the family was not be likely named. ആദ്യ കുട്ടിയല്ലേ, അപ്പം ചെറിയ പേരൊന്നും ഇട്ടാൽ പോരാ, അതല്ല ഇടിവെട്ട് പേരിടണം. ലൈക്ലി നെയിംഡ് അങ്ങനെ ഒരു പേര് വേണ്ട, അപ്പോൾ ഇടിവെട്ട് പേര് തന്നെ വേണം. Everyone was emphatic about that. നല്ല വലിയ എംഫാറ്റിക്, വലിയ പേര് തന്നെ വേണം. My father suggested the name of Mildred Campbell. അങ്ങനെ ഇവർക്കൊരു പേര് അവരുടെ അച്ഛൻ നിർദ്ദേശിക്കുന്നു, മൈൽഡ്രഡ് ക്യാമ്പൽ. കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു ഇടിവെട്ട് അല്ലേ. അതാരാണ് മൈൽഡ്രഡ് ക്യാമ്പൽ? An ancestor from whom he highly esteemed, and he declined to take any further part in the discussion. അപ്പം എന്താണ്, ഒരുപാട് വലിയ സ്ഥാനം ആ കുടുംബത്തിൽ അലങ്കരിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അലങ്കരിച്ചിരുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു ആര്? മൈൽഡ്രഡ് ക്യാമ്പൽ. ആ പേരിടണമെന്ന് അച്ഛൻ പറഞ്ഞു. My mother solved the problem by giving it as her wish it should be called after her mother, whose maiden name was Helen Everett. അങ്ങനെ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ പേരിടണമെന്ന് അമ്മ ആഗ്രഹിച്ചു. അവരുടെ പേര് ഹെലൻ എവർട്ട് എന്നായിരുന്നു. But in the excitement of carrying me to church, father lost the name on the way, naturally, since it was one in which he declined to have a part. When the minister asked him for it, he just remembered that it had been decided to call me after my grandmother, and he gave her name as Helen Adams. അങ്ങനെ അപ്പം മൈൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ള ഇടിവെട്ട് പേരൊക്കെ കണ്ടുപിടിച്ചു. അമ്മയ്ക്കൊരാഗ്രഹമുണ്ടായിരുന്നു, എന്താണ്, ഹെലൻ എവർട്ട് എന്ന് വിളിക്കണമെന്നും. ശരി, എന്തായാലും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പേരിടൽ ചടങ്ങിനായി കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അദ്ദേഹം ആ പേര് മറന്നുപോയി. പിന്നെ അങ്ങനെ പള്ളിയിൽ ചെന്നു. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ വികാരിയാണ്. അങ്ങനെ പള്ളി വികാരി അച്ഛൻ ചോദിച്ചു എന്താണ് കുട്ടിക്കിടാനുള്ള പേരെന്ന്. അപ്പോൾ അദ്ദേഹം കണ്ടുവച്ച പേരങ്ങ് മറന്നുപോയി. അങ്ങനെ പിന്നെ അവസാനം എൻ്റെ മുത്തശ്ശിയുടെ പേര് വിളിക്കേണ്ടി വന്നു, ഹെലൻ ആഡംസ്. I am told that while I was still in long dresses, I showed many signs of an eager, self-asserting disposition. Everything that I saw other people do, I insisted upon imitating. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ while I was in long dresses, ഞാൻ വലിയ നീളമുള്ള വസ്ത്രങ്ങളൊക്കെ ഇടുന്ന സമയത്ത് പല സൈൻസ്, സൂചനകളും ഞാൻ കാണിച്ചിരുന്നു. ഫനീഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പൊസിഷൻ, എന്താണ്, ആകാംക്ഷയോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നതിൻ്റെ, നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു സൈനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡു, ഐ ഇൻസിസ്റ്റ് അപ്പോൺ ഇമിറ്റേറ്റിംഗ്. മറ്റുള്ളവർ കാണിക്കുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അനുകരിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ഞാൻ നടത്തിയിരുന്നു. ഹെലൻ കെല്ലർ പറയുകയാണ് അല്ലേ, ചില കൊച്ചുകുട്ടികൾ ഇങ്ങനെ ഓരോരുത്തർ അനുകരിക്കാറുണ്ടല്ലോ. അത്തരം അനുകരണങ്ങൾ അവർ വളരെ കാര്യമായി തന്നെ ചെയ്തിരുന്നു. അറ്റ് 6 months, 6 മാസമായപ്പോൾ ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗഡി, ആൻഡ് വൺ ഡേ ഐ അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ by saying tea quite plainly. 6 മാസമായപ്പോൾ ഞാനിങ്ങനെ ഉച്ചരിക്കാൻ തുടങ്ങി.
ഹൗ ഡു യു ഡു എന്നുള്ളതിനാണ് ഹൗ ഡു യു എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഹൗ യു, ഹൗ ഡു യു ഡു എന്ന് നമ്മൾ ചോദിക്കും. അപ്പം അതിൻ്റെ ആ വാചകം അവർ ഒരു അവ്യക്തമായി ഉച്ചരിക്കാൻ അവർ പഠിച്ചു. ഹൗ ഡു യു എന്ന് പറയും. ഒരു ദിവസം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അവർ ആ വാക്കുച്ചരിക്കുന്നു, ടീ, ചായ. വളരെ വ്യക്തമായി അവർ ഉച്ചരിച്ചു. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ സമയത്തും ഞാൻ പഠിച്ച ആദ്യ വാക്കുകളിലൊന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അത് ആ വാക്കായിരുന്നു, വാട്ടർ, വെള്ളം. I continued to make some sound for that word. Word, after all, other speech was lost. I ceased making the sound. Wow. Only when I learned to spell the word. ഞാൻ ആ വാക്കുച്ചരിക്കാൻ വേണ്ടി പല ശബ്ദങ്ങളും ഉണ്ടാക്കിയിരുന്നു. മറ്റ് അക്ഷരങ്ങളെല്ലാം നഷ്ടമായി പോയി. I ceased making the sound. വാ എന്ന ശബ്ദമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സ്പെല്ലിങ് സ്പെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, ഉച്ചരിക്കാൻ പഠിക്കുന്ന സമയത്ത്. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap when I was suddenly attracted by the flickering shadow of the leaves that danced in the sunlight on the smooth floor. I slipped from my mother's lap and almost ran towards them. The impulse gone, I fell down and cried for her to take me up in her arms. പിന്നെ എല്ലാവരും പറഞ്ഞ് കേട്ടൊരു കാര്യം, എനിക്ക് 1 വയസ്സ്, അതായത് ഹെലൻ കെല്ലറിന് 1 വയസ്സുള്ളപ്പോഴാണ് അവർ ആദ്യമായിട്ട് നടന്നത് എന്നാണ് പറഞ്ഞത്. അവരുടെ അമ്മ, മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എടുത്ത് അവരുടെ മടിത്തട്ടിൽ, ലാപ്പ് മീൻസ് മടിത്തട്ടിൽ ഇരുത്തിയ സമയത്താണ് പെട്ടെന്ന് അവിടുത്തെ ഇലകളുടെ ആ ഒരു ഫ്ലിക്കറിങ് ഷാഡോ, നിഴൽ കണ്ടിട്ട്, ഇളകുന്ന ആ നിഴൽ കണ്ടിട്ട് ഇവർ പെട്ടെന്ന് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, അതിന് നേരെ ഓടുകയാണുണ്ടായത്. Leaves that danced in the sunlight on the smooth floor. തറയിൽ വീണ് കിടക്കുന്ന നിഴൽ കണ്ടിട്ട് അവർ പെട്ടെന്ന് മടിത്തട്ടിൽ നിന്ന് ഇറങ്ങുന്നു. I slept from my mother's lap and almost ran towards them. അതിനടുത്തേക്ക് ഏകദേശം ഓടി എന്ന് തന്നെ പറയാം. ദ ഇമ്പൾസ് ഗോൺ, പെട്ടെന്നുണ്ടാകുന്നൊരു പ്രേരണ, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രേരണ അത് പോയി. അത് കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം, ഇമ്പൾസ് എന്ന് പറയുന്നത് കുറച്ച് നേരം മാത്രമേ ഉണ്ടാവും. ആ ഇമ്പൾസ് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവർ താഴെ വീണു. ആൻഡ് cried for her to take me up in her arms. അവരെ കൈകളിൽ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, എന്നിട്ട് കിടന്ന് കരയാൻ തുടങ്ങി. These happy days did not last long. ഈ സന്തോഷകരമായ ദിവസങ്ങൾ അധികകാലം നീണ്ടു നിന്നില്ല. One brief spring, musical with the song of robin and mockingbird. One summer rich in fruit and roses. One autumn of gold and crimson sped by and left their gifts at the feet of an eager, delighted child. Then in the dreary month of February came the illness which closed my eyes and ears and plunged me into the unconsciousness of a newborn baby. ഈ സന്തോഷകരമായ ദിവസം അധികകാലം നീണ്ടുനിന്നില്ല. വൺ ബ്രീഫ് സ്പ്രിങ്, ഒരു സ്പ്രിങ് എന്ന് വെച്ചാൽ വസന്തം, ഒരു വസന്തകാലം. മ്യൂസിക്കൽ വിത്ത് ദ സോങ് ഓഫ് റോബിൻ എന്നുള്ള പക്ഷിയാണ്, കുഞ്ഞു പക്ഷിയാണ്. അതിൻ്റെ പാട്ടിനൊപ്പമുള്ള ഒരു വസന്തകാലം, റോബിനും മോക്കിംഗ് ബേർഡിനും ഒക്കെ ഒപ്പമുള്ള ഒരു വസന്തകാലം. വൺ സമ്മർ, ഒരു വേനൽക്കാലം. റിച്ച് ഇൻ ഫ്രൂട്ട് ആൻഡ് റോസസ്,
അപ്പം റോസാപുഷ്പങ്ങളും അതുപോലെ പഴങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു വേനൽക്കാലം. വൺ ഓട്ടം, ഒരു ശരത്കാലം. And crimson sped by the left their gifts at the feet of an eager, delighted child. വളരെ ആകാംക്ഷയോടെ, എല്ലാത്തിലും ആകാംക്ഷയോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ ഉള്ള ഒരു ശരത്കാലം. ഇങ്ങനെ ഇതെല്ലാമായപ്പോഴേക്കും ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം എല്ലാ കാലവും എല്ലാ ഋതുക്കളും ഓരോ തവണ വീതം കണ്ടനുഭവിക്കാൻ മാത്രം ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ ആർക്ക്? ഹെലൻ കെല്ലറിന്. ദ ഡ്രിയറി മന്ത് ഓഫ് ഫെബ്രുവരി. അങ്ങനെ ഒരു വിരസമായ ഫെബ്രുവരി മാസം. ഫെബ്രുവരി എന്ന് പറയുന്നത് എന്താണ്, മഞ്ഞുകാലമാണ്. അപ്പം മഞ്ഞുകാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വിരസതയുടെ ഒരു കാലമാണ്. അപ്പം എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന, കൂടുതൽ സമയം വീടിനുള്ളിൽ തന്നെ ചിലവിടേണ്ടി വരുന്ന ഒരവസ്ഥ. നമ്മളുടെ മഴക്കാലം പോലെയാണ് അവിടെ മഞ്ഞുകാലവും. അപ്പോൾ ആ സമയത്ത് കെയിം ദ ഇൽനെസ്. ആ സമയത്താണ് എന്ത് വരുന്നത്? അസുഖം വരുന്നത്. വിച്ച് ക്ലോസ്ഡ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ആൻഡ് പ്ലഞ്ച്ഡ് മീ ഇൻ ടു ദ അൺകോൺഷ്യസ്നെസ് ഓഫ് എ ന്യൂ ബോൺ ബേബി. അസുഖം വന്നു, എൻ്റെ ചെവികളും കണ്ണുകളുമെല്ലാം അടച്ചു കളഞ്ഞു. എന്നിട്ട് തന്നെ ഒരു അൺകോൺഷ്യസ്നെസ്, അബോധാവസ്ഥ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അബോധാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവച്ചു. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ ദിവസം അവർ പുതിയതായിട്ട് പഠിക്കേണ്ടി വന്നു. കാരണം എത്രയും നാൾ പഠിച്ചതെല്ലാം മാഞ്ഞു പോകുന്നൊരവസ്ഥയാണത്. കാരണം പുതിയൊരു ശാരീരിക അവസ്ഥ, അതിനോട് പൊരുത്തപ്പെട്ട് ഒന്നേന്ന് അവർ പഠിച്ചു തുടങ്ങേണ്ടി വരുന്നു. They called it acute congestion of the stomach and brain. The doctor thought I could not live. Early one morning, however, the fever left me, and suddenly, mysteriously, as it had come. There was great rejoicing in the family that morning, but no one, not even the doctor, knew that I should never see or hear again. അവർ അതിനെ വിളിച്ച പേര് അക്യൂട്ട് കൺജഷൻ ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ എന്നാണ് വിളിച്ചത്. ഡോക്ടർ ആദ്യം വിചാരിച്ചത് ഞാൻ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ഒരു ദിവസം അസുഖം എന്നെ വിട്ടു പോയി. അത് വന്നതുപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്തു. മിസ്റ്റീരിയസ്ലി എവിടെ നിന്ന് വന്നോ അതുപോലെ മിസ്റ്റീരിയസ്ലി, നിഗൂഢമായി, കാരണങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും വലിയ സന്തോഷമായി. പക്ഷേ ഡോക്ടർ പോലും വിചാരിച്ചിരുന്നില്ല എനിക്ക് പിന്നീട് ഒരിക്കലും കാണാനോ കേൾക്കാനോ കഴിയില്ല എന്ന കാര്യം. ശരി, ഇതിൽ ഇത്രയും നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം.